ളെ ഇന്ന് ഞാൻ ഉള്ളത് കോഴിക്കോട് വേങ്ങേരി വെജിറ്റബിൾ മാർക്കറ്റിലാണ്. ഇവിടെ ഒരു ലേലം നടക്കാൻ പോകുന്നുണ്ട്. ഒരു 6-6:30ക്കാണ് ഈ ഒരു പരിപാടി നടക്കുക. അതുകൊണ്ട് ഞാൻ അവിടെ നേരത്തെ വന്നതാണ്. ഇതെല്ലാം ഒന്ന് ക്യാമറയിൽ പകർത്താൻ വേണ്ടിയിട്ട്. സുഹൃത്തുക്കളെ, ഈ ചേട്ടനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി. ഈ ഓഫീസറാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഏട്ടൻ എത്ര കാലമായി ഈ രംഗത്ത് ഇവിടെ പ്രവർത്തിക്കുന്നത്? 14 വർഷത്തോളമായി തുടങ്ങിയിട്ടില്ലേ? എങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രതികരണം? എങ്ങനെയാണ് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ? ഇത് സർക്കാരിൻ്റെ കീഴിലുള്ള അഗ്രികൾച്ചർ അർബൻ ഹോൾസെയിൽ മാർക്കറ്റാണ്. കേരളത്തിൽ 6 മാർക്കറ്റ് ഇതുപോലെ സർക്കാർ തുറന്നിട്ടുണ്ട്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് ഇടനിലക്കാരില്ലാതെ വിൽക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ചൂഷണങ്ങളില്ലാതെ. അതുമാത്രമല്ല, ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നവർക്ക് കർഷകർക്ക് സഹായം ചെയ്യുന്നുമുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് എന്ന് പറഞ്ഞിട്ട് അത് 25 കിലോമീറ്റർ ദൂരത്തു നിന്നുള്ളവർക്ക് 1.5 രൂപയും, ഈ 50 കിലോമീറ്റർ വരെ ദൂരമുള്ളവർക്ക് 2 രൂപയും, 50-ൽ മേലെയുള്ളവർക്ക് 2.5 രൂപയും ഓരോ കിലോയ്ക്കും, ഇവിടെ വിൽക്കുന്ന ഓരോ കിലോയ്ക്കും അവർക്ക് സബ്സിഡി ആയിട്ട് സർക്കാർ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഈ മാർക്കറ്റ് 6 മാർക്കറ്റുള്ളത് കോഴിക്കോട്, ഇത് വേങ്ങേരിയാണ്. വേങ്ങേരി ഈ മാർക്കറ്റ് ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 14 വർഷത്തോളമായി. മാർക്കറ്റ് തുടങ്ങിയിട്ട് അത് കൂടുതലായി. പക്ഷേ ഈ കർഷകർക്കുള്ള ട്രേഡ് തുടങ്ങിയിട്ട്, ലേലങ്ങൾ തുടങ്ങിയിട്ട് അത്രത്തോളമായി. ലേലം എന്നാണ് ഇതിന് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ കോവിഡ് കാലം വന്നപ്പോൾ ലേലം അപ്രായോഗികമായതുകൊണ്ട് കളക്ടറുടെ ഉത്തരവ് പ്രകാരം അത് വില നിശ്ചയിച്ച് കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് മാറി. കച്ചവടക്കാർക്ക് അത് വളരെ താല്പര്യമായതുകൊണ്ട് ഇപ്പോൾ ആ വില നിശ്ചയിച്ച് കൊടുക്കുന്ന സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത്. ഇവിടെ സമിതികൾ എന്താണ്ട് ഇതിന് ഒരു ഓപ്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്, ഓപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ് ഞാൻ. വേറെ ഒരു 6 പേരും കൂടി ഇതിൻ്റെ മെമ്പർമാരായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ഓഫീസർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സെക്രട്ടറിയാണ്. മാർക്കറ്റ് സെക്രട്ടറിയുടെ ഓഫീസ് ഇവിടെ തന്നെയുണ്ട്. ഇതുകൂടാതെ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാരിൻ്റെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഡിവിഷനിലേക്കാണ്. ഇതിപ്പോൾ കാപ്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഇത് എല്ലാം സർക്കാർ ഫോം ചെയ്തിരിക്കുന്നത്. എല്ലാ മാർക്കറ്റും കൂടെ കാപ്കോ എന്ന ഒരു പറഞ്ഞിട്ടൊരു കമ്പനി ഫോം ചെയ്ത് അതിൻ്റെ കീഴിലാണ് ഇതാക്കിയിരിക്കുന്നത്. പിന്നെ കർഷകർക്ക് വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കർഷകർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൊണ്ടുവരുന്ന സാധനങ്ങളിൽ ക്വാളിറ്റി ഉണ്ടാവണം. നാടൻ സാധനങ്ങൾ, അതായത് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ മാത്രമേ ഇവിടെ വിൽക്കാൻ പറ്റുള്ളൂ. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നോ മറ്റ് പുറത്തുനിന്നൊന്നും കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ആഭ്യന്തരമായ കർഷകരെ പ്രോത്സാഹിപ്പിക്കുക. അതെ, അതിനാണ് ഈ മാർക്കറ്റിന്റെ ഉദ്ദേശം തന്നെ. ഈ കടകളെല്ലാം തന്നെ ഈ കർഷകരുടെ വിൽപ്പനകളെ വിറ്റുകൊണ്ടിരിക്കുന്നത് മേന്മ ഉദ്ദേശിച്ചിട്ടാണ്. എത്ര കർഷകരുണ്ടാവും ഇപ്പോൾ ഈ സമിതി? 10-14 വർഷമായിട്ട് ഈ സമിതിയിൽ ഇപ്പോൾ ഈ ഒരു 200-ലധികം കർഷകർ ഇപ്പോൾ ഇതിനകത്ത് രജിസ്റ്റേർഡ് ആണ്. കൂടി വരികയാണോ അല്ലെ കുറയാണോ? കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയിലേക്ക് വരുന്നുണ്ടോ കർഷകർ? പക്ഷേ എന്നാലും കുറച്ച് കർഷകരൊക്കെ ഇതിനകത്തുനിന്ന് മാറിപ്പോയിട്ടുമുണ്ട്. പുതുതലമുറകൾ ഇതിനകത്തേക്ക് വരുന്നത് വളരെ കുറവാണ്. പഴയ ആൾക്കാർ തന്നെ. പക്ഷെ അതിൽ തന്നെ നല്ല കർഷകർ ധാരാളം ഉണ്ട്. ഇപ്പോൾ ഓരോരോ സീസൺ അനുസരിച്ച് ഇവിടെ നല്ല തള്ളുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. നേന്ത്രക്കൊലയ്ക്ക് കുറച്ചു കാലം മുമ്പ് വളരെ ഡിമാൻഡായിരുന്നു. ഇവിടെ സാധനങ്ങൾ ഇല്ലാണ്ട് വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഴ ഈ ബുദ്ധിമുട്ടി പല നട്ടതെല്ലാം നശിച്ചുപോയി. പച്ചക്കറികൾ ധാരാളം ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു 8-10 ടണ്ണൊക്കെ വിറ്റ ദിവസങ്ങളുണ്ട്. 10 ടണ്ണൊക്കെ വിറ്റ ദിവസങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇല്ല. ഈ മഴയും വന്ന് നശിച്ചിട്ട് പല വിത്തിട്ടവരൊക്കെ നശിച്ചു പോവുകയും, പിന്നെ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ധാരാളം കർഷകർ. പറഞ്ഞത് ശരിയാണ്. ഇവിടെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഫാമിലൊക്കെ ഞാൻ പോയിരുന്നു. ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റി അവിടെ മയില്, വൈൽഡ് ബോർ, അത് മുള്ളംപന്നി, പിന്നെ കൂടാതെ മറ്റേ കാട്ടുപന്നി, ഇവരുടെയൊക്കെ ശല്യം ധാരാളം ഉണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഇവിടെ കർഷകർ ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് പെസ്റ്റിസൈഡ് അടിക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. ഓർഗാനിക് ആയിരിക്കണം. പക്ഷെ പ്യുവർ ഓർഗാനിക് എന്ന് പറയണമെങ്കിൽ രാസവളങ്ങളും കൂടി ഉപയോഗിക്കാതെ ഇരിക്കണം. അത് സർക്കാർ അങ്ങനെ നിയന്ത്രിച്ചിട്ടില്ല. പക്ഷെ വിഷം അടിക്കരുതെന്നുള്ള നിബന്ധനയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന സംവിധാനവും ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ അയക്കും. യൂണിവേഴ്സിറ്റി അത് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് തരും. ആരെങ്കിലും നിയമത്തിന് വിരോധമായിട്ട് എന്തെങ്കിലും ചെയ്തു കണ്ടു കഴിഞ്ഞാൽ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും.
ഓ ശരി. അതാണ് ഇവിടുത്തെ നിയമം. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ കർഷകർക്കും രജിസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കച്ചവടക്കാർക്കും നല്ല അഭിപ്രായമാണ്. അവർ അതിനെ നല്ല രീതിയിൽ കാണുന്നു, വിശ്വാസയോഗ്യമാണ് എന്ന് ഉറപ്പാണല്ലേ. കാണുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഓപ്ഷനുള്ള? കോഴിക്കോട് ജില്ലയിൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ സംവിധാനം ഇവിടെ മാത്രമേ ഉള്ളൂ. കോഴിക്കോട് നിന്ന് മാത്രമല്ല, ഇത് 4 ജില്ലകൾക്ക് വേണ്ടിയിട്ടാണ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഈ 4 ജില്ലയ്ക്കും കൂടി ഈ ഒരു മാർക്കറ്റാണ് വേണ്ടല്ലേ. അപ്പം പിന്നെ സാധാരണക്കാരന് വന്നിട്ട് ഇവിടുന്ന് വാങ്ങാൻ പറ്റുമോ? ആർക്കും വാങ്ങാം, എത്ര കുറച്ച് വേണമെങ്കിലും വാങ്ങിക്കാം. 1 കിലോ സാധനം വരെയും വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഓ ശരി. അങ്ങനെ ധാരാളം ഇവിടെ വീട്ടാവശ്യത്തിന് ഓരോരുത്തർ വന്നിട്ട് ചിലർ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കാറുണ്ട്. കൊലകളൊക്കെ വരുമ്പോൾ നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, ഒരു കൊല എടുക്കണം അവർ. മിനിമം ഏറ്റവും ചെറിയ കൊലകൾ നോക്കി ഒരു കൊല എടുക്കണം. ഇന്നത്തെ വില എന്താണ് ഈ ഇന്ന് നേന്ത്രയ്ക്ക് 34 രൂപയാണ് കിലോയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. പുറത്ത് ആ വില ഉണ്ടാവില്ല, പക്ഷെ അതിനേക്കാളുള്ള ഒരു പ്രീമിയം റേറ്റ് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എപ്പോഴും നാടൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രീമിയം റേറ്റ് ഉണ്ട്. ഓർഗാനിക്കും ആണല്ലോ അല്ലേ? ഓർഗാനിക്കിന് പ്യുവറായിട്ട് നമുക്ക് 100% പറയാൻ പറ്റില്ല. 100% പറയണമെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കണം, പക്ഷെ വിഷമില്ല എന്ന് ഗ്യാരണ്ടി ചെയ്യാം. മറ്റു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുറത്തെ മാർക്കറ്റിൽ 10 രൂപ, ഇവിടുത്തെ പാളയം മാർക്കറ്റിൽ 10 രൂപ വിലയുള്ള ഒരു സാധനത്തിന് ഞങ്ങൾ ഇവിടെ ആ ഓരോ ഐറ്റത്തിനനുസരിച്ച് പച്ചക്കറികളൊക്കെ ആണെങ്കിൽ എങ്ങനെയാലും 2 രൂപ മുതൽ 4 രൂപ വരെ കൂടുതൽ ഞങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. കർഷകർക്ക് കൊടുക്കാൻ അത്ര ആ വിലയ്ക്കാണ് ഞങ്ങൾ വിൽക്കുന്നത്. അതേസമയത്ത് ഇതിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, പാളയം മാർക്കറ്റിൽ നമ്മൾ ഇത് 10 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ പാളയം മാർക്കറ്റിൽ കച്ചവടക്കാർ 10% കമ്മീഷൻ എടുക്കും. അന്നേരം 90 രൂപയായി. 100 രൂപയ്ക്ക് വിൽക്കുന്ന സാധനത്തിന് 90 രൂപയായി. കൂടാതെ അവിടെ ഈ കമ്മാലികളുടെ തൊഴിലാളികളുടെ കൂലി എന്ന് പറഞ്ഞിട്ട് അത് കുറയ്ക്കും. പിന്നെ തൂക്കം എന്ന് പറയുന്നത് അവർ പറയുന്ന തൂക്കമാണ്, നമ്മൾ കൊടുക്കുന്ന തൂക്കം തന്നെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. പിന്നെ ഡാമേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോകും. അതും ചുരുക്കി പറഞ്ഞാൽ 100 രൂപയ്ക്ക് അവർ വിൽക്കുമെങ്കിലും കർഷകന് ചിലപ്പോൾ 75 രൂപ 80 രൂപയെ കിട്ടുള്ളൂ. നേരെ മറിച്ച് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ 100 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാധനത്തിന് ഇവിടെ എങ്ങനെയായാലും 105 രൂപ 110 രൂപ വില ഇട്ടിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ കൊണ്ടുവരുന്ന ഈ ചരക്കിന് നിങ്ങൾ ട്രാൻസ്പോർട്ടർ ചാർജ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു അവർ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് 100-ന് 110-നും കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലവർക്ക് ട്രാൻസ്പോർട്ടേഷനും കൂടെ കിട്ടുമ്പോൾ എങ്ങനെയായാലും ഒരു 10 രൂപയും കൂടെ എങ്കിലും അവർക്ക് അധികം കിട്ടുന്നുണ്ട്. അതായത് അവർക്ക് 80 രൂപ കിട്ടുന്ന പാളയം മാർക്കറ്റിൽ ഇവിടെ കൊടുക്കുമ്പോൾ 120 രൂപയോളം സത്യത്തിൽ മുതലായി കിട്ടുന്നു. എത്ര കിലോമീറ്റർ ചുറ്റോളം ആൾക്കാർ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്? ഇവിടെ പാലക്കാട് നിന്ന് വരുന്നുണ്ട്, മലപ്പുറത്തുനിന്ന് വരുന്നുണ്ട്, മുമ്പ് കണ്ണൂരിൽ നിന്ന് വരുമായിരുന്നു, വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. വയനാട്ടിൽ ഒരു മാർക്കറ്റ് ഉണ്ട്, പക്ഷെങ്കിൽ അത് പ്രവർത്തനരഹിതമല്ല. അത് ചുരുങ്ങിയ ചില സാധനങ്ങൾക്ക് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് വയനാട് മാർക്കറ്റിൻ്റെയും കൂടി ഈ മാർക്കറ്റ് സെർവ് ചെയ്യുന്നുണ്ട്. കാരണം ചുരുക്കി പറഞ്ഞാൽ 5 ഡിസ്ട്രിക്റ്റിന് ഈ മാർക്കറ്റാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി. താങ്ക് യു. ഇവിടെ കുറേ കാലം ഇവിടെ സാധനം കൊടുക്കുന്നത്? ഇവിടെ 12 കൊല്ലമായി ഇവിടെ ആയിട്ട് സാധനം കൊടുക്കുന്നത്. 12 കൊല്ലമായി. ചൂഷണമൊന്നുമില്ല, നേരിട്ട് നിങ്ങൾക്ക് നേരിട്ടാണ് നേരിട്ടാണെന്ന് വെച്ചാല് നല്ല ജൈവമായിട്ട് വാങ്ങുന്ന കച്ചവടക്കാരുണ്ട്. അവര് നല്ല വില തരും. അതാണ്. പിന്നെ ഇടനിലക്കാർ നമ്മൾ കുറച്ചൊന്നും കിട്ടില്ല, കുറച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മാന്യമായ വില കിട്ടും. നല്ല വില കിട്ടും. പിന്നെ നിങ്ങൾ ഇതിന്റെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കിട്ടും? അതെ, 1.5 രൂപ കിട്ടും. കിലോന് 1.5 രൂപ കിട്ടും. കിലോന് 1.5 രൂപ ട്രാൻസ്പോർട്ടിംഗ് ചാർജ്. ഓ, ഇപ്പം ഭയങ്കര ഗുണമാണ്. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇതിവിടെ ഇപ്പം 12 കൊല്ലമായി ഇപ്പോൾ ഞാൻ. ശരി, എന്നാൽ ശരി. നിങ്ങൾ കൃഷി ചെയ്യുന്നത് അന്നശ്ശേരി അല്ലേ? ചെയ്യുന്ന ഇടക്കാര അന്നശ്ശേരി. ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നു. ശരി കേട്ടോ. ഇവിടെ ഈ ഓപ്ഷൻ ഹാളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന കർഷകരാണിത്. ഏട്ടൻ്റെ പേര് ബാബുട്ടനല്ലേ? ബാബുട്ട എവിടുന്നാ? കാരശ്ശേരി അല്ലേ? ഏട്ടന് കുറെ കൃഷിയുണ്ടോ? കുറെ കൃഷിയുണ്ട്. ഏട്ടൻ എന്തൊക്കെയാ കാര്യം ചെയ്യുന്നത്? കാര്യമായിട്ട് നേന്ത്രവാഴ, പിന്നെ പച്ചക്കറി കൃഷികൾ എല്ലാം ഉണ്ട്. പയറ്, പിന്നെ കക്കിരി, വെണ്ട, ചേട്ടൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞു, കാരശ്ശേരി. അപ്പോൾ ചേട്ടനപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഗുണം എന്താണ് ഇപ്പോൾ കിട്ടുന്നത്? ഇവിടെ ഒരു നല്ല മാർക്കറ്റാണ്, നല്ല നാടൻ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള
പിന്നെ വില കിട്ടുന്നുണ്ട്. വിലയും കിട്ടുന്നുണ്ട്, ഒരു പണം സമയത്ത് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇടനിലക്കാരൊന്നുമില്ല, അതോ ചൂഷണങ്ങളൊന്നുമില്ല. ചൂഷണങ്ങളൊന്നും ഇല്ലാതെ. നേരിട്ടിട്ട് നിങ്ങൾ കൊടുക്കുന്നത് ഷോപ്പുകാർക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ അതാണോ വാങ്ങാൻ വരുന്നത് അവർക്കല്ലേ? അതെ അതെ, അത് തന്നെയല്ല നമുക്കൊരു സംതൃപ്തിയാണ് ഇവിടെ കൊണ്ടുവന്ന് സാധനം വിൽപ്പന നടത്തുന്നത്. അപ്പം അത് തന്നെ ഒരു മനസ്സുഖമാണ്. ഉണ്ടാക്കി കൊണ്ടിട്ട് മറ്റു കച്ചവടക്കാരെടുത്ത് കൊണ്ടുപോയി വിൽക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ പ്രയാസമാണ്. ഞാനൊരു കർഷകനാണ്. ഇങ്ങനെ കൊലയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. കാർഷികോൽപ്പന്നങ്ങൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട സമയത്തിന് നന്ദി. നിങ്ങൾ വിളിക്കുന്നുണ്ട്. ഹലോ, ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ട ഒരാളാണ് ശിവൻതട്ടൻ. ശിവൻതട്ടൻ ഞാൻ അറിയാം, എൻ്റെ നാട്ടുകാരനാണ്. ശിവൻതട്ടൻ ഇവിടുന്നാണോ സാധനം വാങ്ങിക്കാറ്? ഞാൻ കൊലകളൊക്കെ അവിടെ എടുക്കല് കർഷകരുടെ നേരിട്ട് ഇവിടെ കൊണ്ടുതരുന്നത്. ഇവിടുന്ന് ലേല കമ്മിറ്റിയിൽ നിന്ന് ലേലം വിളിച്ചെടുക്കുകയാണ് സാധാരണ. അതായത് ഓർഗാനിക് സാധനങ്ങൾ അതല്ല. ഓർഗാനിക് സാധനം 100% ഓർഗാനിക്കാണ്. ഞാൻ നിങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു നിറവിനെ പറ്റിയിട്ട്. ഞാൻ നിറവിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറല്ലേ? കൊലകളൊക്കെ ഇവിടെ വാങ്ങല്. പിന്നെ വേറെ കർഷകർ കൊണ്ടുതരുന്ന പല സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇടനിലക്കാരൊന്നുമില്ല, നേരിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നേരിട്ട് ലേല കമ്മിറ്റി ഉണ്ട് ഇവിടെ സർക്കാരിൻ്റെ ഇതിൽ, അവർ മുഖാന്തരമാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. സുഹൃത്തൊന്ന് പരിചയപ്പെടുത്തോ സ്വയം? എൻ്റെ പേര് രോഹിത് എന്നാണ്. ഞാനിവിടെ കരിശ്ശേരിയാണ്. കരിശ്ശേരി ഇവിടെ അടുത്ത് തന്നെയാണ്? അടുത്ത് തന്നെയാണ്. ശരി. ഞാൻ നിലവിൽ ഇവിടെ ലേലാളിൽ വന്നിട്ട് ഒരു 4 വർഷത്തോളമായി സാധനം എടുക്കുന്നുണ്ട്. ഗുണനിലവാരം കൂടിയ പച്ചക്കറികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓർഗാനിക് വേണം, ഓർഗാനിക് ആണ്. പിന്നെ നമുക്ക് കസ്റ്റമർക്ക് ഡയറക്റ്റ് കർഷകരും കസ്റ്റമറും തമ്മിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് മാത്രമേ ഞങ്ങൾ നിൽക്കുന്നുള്ളൂ. ഞങ്ങൾ കച്ചവടക്കാരാണ്. പിന്നെ എന്താ വെച്ചാൽ കുറച്ചുകൂടി നിലവാരം കൂടിയ പച്ചക്കറി നമുക്ക് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഫ്രഷ്, അതായത് ഓർഗാനിക്. ഇത് മാത്രമല്ല, നമ്മളെ സാധാരണ നമ്മളെ കർഷകരെ പ്രോത്സാഹിപ്പിക്കാം അല്ലേ? അതെ അതെ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വരുന്ന കർഷകരെക്കാളും കൂടുതൽ നമുക്ക് നമ്മളെ സ്വന്തം. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കർഷകരെ എനിക്ക് പരിചയപ്പെടാനും പറ്റി. പിന്നെ അതുമല്ല, അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പരിചയപ്പെടാനും. താല്പര്യമുണ്ടോ ചോദിച്ചാൽ കൃഷി ചെയ്യണ്ടോ? നിലവിൽ വീട്ടിലുണ്ട്. നിലവിൽ വാഴയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു. സുഹൃത്തുക്കളെ, നിങ്ങളെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനും പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത്. ഇത് ഉപയോഗപ്പെടുത്തുക.